അന്ന് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷമാണ് ദൈവദൂതൻ ഇടയന്മാരോട് സുവിശേഷിച്ചതെങ്കിൽ ഇന്ന് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ക്രൂശിൽ മരണം വരിച്ച് 3-ാം ദിവസം ഉയിർത്തെഴുന്നേൽക്കുകയും ഇന്നും നമ്മുടെ ഹൃദയത്തിലും നമ്മോടൊപ്പവും ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സുവിശേഷമാണ് ക്രിസ്തുമസ് കരോളിലൂടെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. എന്നാലേ നമ്മുടെ ക്രിസ്തുമസ് കരോൾ അനുഗ്രഹീതമാകൂ. അതെ, ഓരോ ക്രിസ്തുമസും ലോകരക്ഷകനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലായി തീരണം. എന്നാൽ മാത്രമേ നാഥ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമ്യോനെ പോലെ നമുക്ക് വിളിച്ചു പറയാനാകൂ.